ഹായ് ഹലോ നമസ്കാരം. വെസ്റ്റ് നൈൽ പനി പ്രതിരോധ മാർഗങ്ങൾ, ചികിത്സ, ലക്ഷണങ്ങൾ. വെസ്റ്റ് നൈൽ പനിയാണ് ഈ പുതിയ വില്ലൻ. എന്താണ്, എങ്ങനെയാണ്, ചികിത്സകൾ എങ്ങനെ, ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മൾ പലതരത്തിലുള്ള പനികളാണ് പരിചയപ്പെടുന്നത്. ചിക്കൻ ഗുനിയ, H1N1, തക്കാളിപ്പനി, നിപ്പ, കൊറോണ, ഡെങ്കിപ്പനി, പക്ഷിപ്പനി, പന്നിപ്പനി, മലമ്പനി, വൈറൽ ഫീവർ എന്നിങ്ങനെ നിരവധി പനികളാണ് ഈ കാലഘട്ടത്തിലുള്ളത്. പുതിയതായി രൂപപ്പെട്ട ഒരുതരം വൈറസാണ് വെസ്റ്റ് നൈൽ പനി ഉണ്ടായതിന് കാരണം. കടുത്ത വേനൽക്കാലത്ത് ഉണ്ടായ ഈ പനി വളരെയധികം പ്രയാസമേറിയതാണ്. പ്രായഭേദമന്യേ എല്ലാ തരക്കാർക്കും ഒരുപോലെ പിടിപെടുന്ന ഒന്നാണ് ഈ പനി. ശരീരത്തിൻ്റെ ഊഷ്മാവ് സാധാരണ നിലയിലുള്ള ശരീര താപനിലയിൽ, അതായത് 36 ഡിഗ്രി മുതൽ 37 ഡിഗ്രി വരെയിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന രോഗലക്ഷണമാണ് പനി. ശരീരോഷ്മാവിൻ്റെ നിയന്ത്രണ സംവിധാനത്തിലെ ക്രമീകരണത്തിലുണ്ടാകുന്ന വ്യതിയാനമാണ് ഇതിന് കാരണം. ഈ ക്രമീകരണ വ്യത്യാസം മാംസപേശികളിൽ മുറുക്കവും അയവും ഉണ്ടാകുകയും വിറയൽ അനുഭവപ്പെടുകയും ചെയ്യുന്നു. അതോടൊപ്പം നെഞ്ചിടിപ്പ് കൂടുക, വിറയ്ക്കുക എന്നീ ലക്ഷണങ്ങളാണ് സാധാരണ പനിക്കുണ്ടാകുന്നത്. വെസ്റ്റ് നൈൽ രോഗത്തിന് ശരിയായ ചികിത്സയോ വാക്സിനോ ലഭ്യമല്ലാത്തതിനാൽ പ്രതിരോധമാണ് പ്രധാനം. ക്യൂലെക്സ് കൊതുക് പരത്തുന്ന ഒരു പകർച്ചവ്യാധിയാണ് വെസ്റ്റ് നൈൽ പനി. കൊതുക് കടി ഏൽക്കാതിരിക്കുന്നതാണ് ഈ പനിക്കെതിരെ ഏറ്റവും നല്ല പ്രതിരോധ മാർഗം. കൊതുകുവല ഉപയോഗിക്കുകയും കൊതുകിനെ അകറ്റുന്ന ലേപനങ്ങൾ പുരട്ടുകയും ശരീരം മൂടുന്ന വിധത്തിൽ വസ്ത്രം ധരിക്കുകയും പ്രതിരോധത്തിന് അത്യാവശ്യമാണ്. കൊതുകിൻ്റെ ഉറവിട നശീകരണത്തിന് പ്രാധാന്യം നൽകുകയും വേണം. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുകയും പരിസരങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കുകയും വേണം. ഓടകൾ വൃത്തിയാക്കുക, സെപ്റ്റിക് ടാങ്ക് പൈപ്പ് നെറ്റ് കെട്ടുക, മലിനജലം കെട്ടി നിൽക്കാതെ നോക്കുക. സ്വയം ചികിത്സ രോഗത്തെ സങ്കീർണമാക്കും. അതുകൊണ്ട് ആരംഭത്തിൽ തന്നെ ചികിത്സിച്ചാൽ ഭേദമാക്കാവുന്നതാണ് ഈ പനി. കൊതുകുതിരി, കറണ്ടിൽ പ്രവർത്തിക്കുന്ന കൊതുക് നശീകരണ ഉപകരണങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നത് വളരെ ഫലപ്രദമാണ്. രോഗലക്ഷണങ്ങൾ: തലവേദന, പനി, പേശീവേദന, തലചുറ്റൽ, ഓർമ്മ നഷ്ടപ്പെടൽ എന്നിവയാണ് വെസ്റ്റ് നൈൽ പനിയുടെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ. പ്രതിരോധമാണ് പ്രതിവിധിയേക്കാൾ നല്ലത്. ഹെൽത്ത് ആൻഡ് ഗ്ലോയുടെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. നമസ്കാരം.